ഹായ് ഫ്രണ്ട്സ്, നെജി മോട്ടോർ എനിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്ന പുതിയ വീഡിയോ, നമ്മളിപ്പോൾ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ട് ഏകദേശം 8 മാസത്തോളം കഴിഞ്ഞു. ആവർത്തന വീഡിയോ ഒരുപാട് ഇടണ്ട എന്നുള്ളത് കൊണ്ടാണ് കൂടെ വീഡിയോയുമായിട്ട് നമ്മൾ വരാത്തത്. നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്യുന്നു എന്നതിലുപരി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ഷെയർ ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും 3 ഫേസിൻ്റെയൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യണമെന്ന് നമുക്ക് വരുന്ന 3 ഫേസുകളൊക്കെ പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതായതുകൊണ്ട് നമുക്ക് വീഡിയോ ഒന്നും കവർ ചെയ്യാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. മാത്രമല്ല, വീഡിയോ കവർ ചെയ്യാനായിട്ട് ഞാൻ മുൻപ് പറയുന്നത് പോലെ എൻ്റെ മകൻ പഠിക്കാൻ പോകുന്നത് കൊണ്ട് സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ലേറ്റാക്കുകയാണ് പതിവ്. അപ്പോൾ ഇന്നിപ്പോൾ അവന് കുറച്ച് സമയം ഉള്ളത് കൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിതുവരെ എൻ്റെ ചാനലിൽ ഇടാത്തൊരു വീഡിയോ ആണ്. നമ്മുടെ ഹൈ സ്പീഡ് സീലിംഗ് ഫാൻ്റെ വൈൻഡിങ് എങ്ങനെ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ കോമൺ പിടിക്കുന്നതും ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, സാധാ സീലിംഗ് ഫാൻ്റെ കോമൺ എങ്ങനെ പിടിക്കാം, അതെങ്ങനെ ചുറ്റി തുടങ്ങാം എന്നതും ഇതിൻ്റെ അകത്ത് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള അവസരങ്ങളിൽ നമുക്ക് ഓരോ പുതിയ വെറൈറ്റി വീഡിയോകൾ ഇടാം, സമയം പോലെ ഇടാം. കമൻറ്റുകളൊക്കെ ഒരുപാട് പെൻഡിങ് ആണ്, അതൊന്നും നോക്കാനായിട്ടുള്ള സമയമില്ല. സാവൂതം എല്ലാവരും ക്ഷമിക്കണം, നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയല്ല. മാത്രമല്ല, വാട്സപ്പിൽ വാട്സപ്പിൽ നമ്മൾ പലതിനും ആ ഗ്രൂപ്പിൽ ആക്റ്റീവാക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ എന്തായാലും ഗ്രൂപ്പ് സജീവമാണ്. ഏതായാലും നമ്മൾ വിശദീകരിക്കുന്നില്ല. നമ്മൾ ഈ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ A to Z കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് വരും. നമ്മളിത് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഗ്രൈൻഡിങ് മെഷീനിനകത്ത് ഈ റീലിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും വേറെ രീതിയിലായിരിക്കും കട്ട് ചെയ്യുന്നത്. നമ്മളിത് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. നമ്മളിവിടെ പേപ്പർ ഇടുകയാണ്. 2 സ്ലോട്ട് വിട്ടിട്ട് ഇങ്ങനെയാണ്. ഇപ്പോൾ വലിയ സ്ലോട്ടും ചെറിയ സ്ലോട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ടിത് മൊത്തം പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മളത് കൃത്യമായിട്ടും മനസ്സിലാവാത്ത ആൾക്കാർ മാർക്ക് ചെയ്യുക. അതായത് ഈ 2 സ്ലോട്ട് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ. അപ്പോൾ പേപ്പർ ഞാൻ ഇങ്ങനെയാണ് ഇടുന്നത്. പല ആൾക്കാരും പല രീതിയിലായിരിക്കും. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ ഈസി മെത്തേഡിലാണ് ഫാൻ വൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യം ചുറ്റുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് വന്നിട്ട് 540 സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നത്. നമ്മൾ ആദ്യം റൈറ്റിലോട്ടാണ് ചുറ്റി തുടങ്ങുന്നത്. ഞാൻ റൈറ്റിലോട്ടാണ് ചുറ്റി തുടങ്ങുന്നത്. അപ്പോൾ കോമൺ എടുക്കാനായിട്ട് സൗകര്യമാവും. റൈറ്റിലോട്ട് ചുറ്റി തുടങ്ങുവാണ് നമ്മൾ. അപ്പോൾ റൈറ്റിലോട്ട് ചുറ്റുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ലാസ്റ്റ് കോമൺ പിടിക്കുക എന്നത് ഞാൻ ലാസ്റ്റ് വിശദീകരിച്ച് തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ചുറ്റി തുടങ്ങാം. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തു. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്തിട്ടുണ്ട്. 540 ഇതിൻ്റെ ചുറ്റ് വന്നിട്ട്. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ശ്രദ്ധിക്കുക. 6 സെറ്റ് കോയിലാണ്. 540 വെച്ചാണ് നമ്മൾ സ്റ്റാർട്ടിങ് ഇട്ടത്. സ്റ്റാർട്ടിങ് കമ്പിയും റണ്ണിങ് കമ്പിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മൾ ഇനി എന്താണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പോർഷൻ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കും. ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കമ്പിയൊന്നും വെളിയിലോട്ട് ഇരിക്കുക എന്നും നമ്മൾ ഒന്ന് ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം.
ഇല്ലെങ്കിൽ കമ്പി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂറ്റി കാണിക്കത്തുമില്ല, പിന്നെ നമ്മുടെ ആ അധ്വാനം വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിങ്ങനെ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടത്തുക എന്ന് പറയുന്നത്, അതുകൊണ്ട് ഇതുപോലുള്ളൊരു ബ്ലേഡ് എടുക്കുക. എടുത്തിട്ട് നിങ്ങളെയും ഇപ്രകാരം ചെയ്യുന്നത് ആയിരിക്കത്തില്ലല്ലോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിക്കാണ് ഞാൻ ചെയ്യുന്നത്. അത് എനിക്കിതൊരു ഈസി മെത്തേഡായിട്ട് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓരോ ആൾക്കാർക്കും ഓരോ രീതി കാണും. ഇതാണ് എൻ്റെ ശൈലി. നമ്മളിത് ഈ ടൈലുകാരും പെയിൻറ്റുകാരൊക്കെ ഉപയോഗിക്കുന്ന മാസ്കിൻ ടൈപ്പാണ്. 10-40 രൂപയുടെ അകത്തെ വില വരത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ ബെൻഡ് ചെയ്യണം, ബാഗിലോട്ട് ബെൻഡ് ചെയ്തിട്ട് ഈ ബോഡിയായിട്ട് ടച്ച് ആവരുത്, ഇങ്ങനെ ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലാണ് അടുത്ത കോയിൽ. ഇതിൻ്റെ മുകളിൽ ചേർന്ന് വരും, അതായത് ഈ ഒരു സ്ലോട്ടിലാവുമ്പോൾ ചേർന്ന് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തമ്മിൽ ടച്ച് ആവാതാണ് ഈ മാസ്കിംഗ് കോയിൽ നമ്മൾ ചുറ്റേണ്ടത്. അപ്പോൾ ഞാൻ ചുറ്റുന്ന രീതി ചുറ്റുന്ന രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇതൊക്കെ നല്ല ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുക, ഈ ഒരു പേപ്പർ കനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ അകത്ത് ബോഡിയിൽ ടച്ച് ചെയ്യരുത്. മാത്രമല്ല കമ്പി പൊട്ടരുത്, അതൊക്കെ ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ബെൻഡ് ചെയ്ത് വെക്കുക, ബാഗിലേക്ക് ബെൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മളിനി റണ്ണിങ് കോയിലിൻ്റെ ചുറ്റ് കൂടുതലാണ്, 580 റണ്ണിങ് കോയിലിൻ്റെ ചുറ്റ് വരുന്നത്. അപ്പോൾ അത്രയും ചുറ്റിൻ്റെ അകത്ത് വന്ന് ഇതിൻ്റെ മുകളിലാണ് ശരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഒതുക്കി കൊടുത്താലേ അത് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് ഇരിക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ അകത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് മാസ്കിൻ ടേപ്പ് നമുക്ക് ചുറ്റുക എന്നത് നോക്കാം. നമ്മുടെ ഈ ഭാഗം മുഴുവനായിട്ടും മറച്ചാലും ഈ ഭാഗം ഓരോ തുള്ളി വാർണിഷിൻ്റെ അകത്ത് ഒഴിക്കാനെ കൊണ്ട് മാത്രം നമ്മൾ തുറന്നു വയ്ക്കുക. ഇതിൻ്റെ അകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വാർണിഷിനകത്ത് ഇറങ്ങത്തില്ല. ഓരോ തുള്ളി ഒഴിച്ചാൽ മതി, ഓരോ തുള്ളി വാർണിഷ്. 2 തുള്ളി ഒഴിച്ചാലും വിഷയമില്ല, കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഇനിയിപ്പോൾ നമുക്ക് റണ്ണിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇങ്ങനെയാണിത് ചുറ്റി വൃത്തിയാക്കേണ്ടത്. അപ്പോൾ ഈ നീഡ് വയർ ഇങ്ങനെ എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ തുടങ്ങുന്ന നീഡ് വയർ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇതാണ് നമ്മൾ തുടങ്ങുന്നത്, ഇത് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത തുടങ്ങേണ്ടത് ഇതിലുമാണ്. അപ്പോൾ ഈ അടുത്ത നീഡ് വന്നിട്ട് ഇവിടെ വരണം. അപ്പോൾ കൃത്യമായിട്ടും ഇതിൻ്റെ കോമൺ പിടിക്കാനും ഇതും കൂടെ കോമൺ പിടിച്ചാൽ കൃത്യമായിരിക്കും. അതായത് അടുത്തതും തുടങ്ങേണ്ടത് നമ്മൾ വലതുവശത്തു നിന്ന് തന്നെ തുടങ്ങണം. അതായത് റൈറ്റ് ചുറ്റി തുടങ്ങിയിട്ട് ലെഫ്റ്റ് വന്ന് അവസാനിക്കുമ്പോൾ അത് ഒരു കോയിൽ ഇവിടെ വരികയും ഒരു കോയിൽ ഇവിടെ വരികയും ചെയ്യും. അപ്പോൾ കോമൺ കൃത്യമാണ്. അപ്പോൾ കോമൺ ഇത് ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ സ്ലീവ് ഇട്ട് ഇങ്ങനെ വെച്ചേക്കണം. അതിന് ശേഷം സ്ലീവ് ഇടാൻ വലിയ പാടായിരിക്കും എന്ന് ഞാനിതിൻ്റെ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമുക്കിനി എന്തായാലും റണ്ണിങ് കൂടെ ചെയ്യാം. 580 540 ഇത്, അത് 580. ഓക്കെ, നമ്മളിത് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ചുറ്റ് കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ ഈ വരമ്പത്ത് വന്ന് കമ്പി കുടുങ്ങിപ്പോവും. അപ്പോൾ നമ്മൾ അത് ഒതുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇതുപോലൊരു PVCയുടെ സാധനം വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഈ PVCയുടെ സംഭവത്തിൽ താഴോട്ട് ഒതുക്കി കൊടുക്കുക, വേറെ ഒന്നും ഉപയോഗിക്കരുത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് തന്നെ മടക്കി വെക്കാവുന്നതാണ്. ഇതിങ്ങനെ കട്ട് ചെയ്യുന്നത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ കമ്പി മുകളിലോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന്. അതിനുശേഷം നമ്മൾ
ഇതുപോലെ ഇതെടുത്തിട്ട് ഇങ്ങനെ മടക്കിയാലും കുഴപ്പമില്ല. പക്ഷേ നമ്മളെ ഇതും അകത്തോട്ട് കയറ്റാനായിട്ട് ഉപയോഗിക്കുന്നത് ഇതുമാവരുത് എന്ന് പറഞ്ഞാൽ ഇത് തിരിച്ചാണ് ഞാൻ പിടിക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇതും. നമ്മൾ ഇതിൻ്റെ ഇൻസുലേഷൻ കളയുന്നത് ലൈറ്റർ കൊണ്ടാണ്. മെഴുകുതിരി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ലൈറ്റർ വെച്ചാണ് കളയുന്നത്. ഇതിൻ്റെ അകത്ത് ഒന്ന് പിടിക്കാവേ ചെയ്യാവൂ, അല്ലാതെ ഈ ബ്ലേഡും അതിൽ നിന്നും വെച്ചിട്ട് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കണക്ഷൻ മുറിഞ്ഞു പോകാനായിട്ട് ചാൻസാണ്. ഇതാ ഏറ്റവും വലിയ ഒരു കാരണമാവും. ഇതാകുമ്പം ഇതിൻ്റെ ഇനാമൽ മാത്രം കത്തിയിട്ട് നമുക്ക് ആവശ്യമായ രീതിയിൽ എടുക്കാം, ഒരു സ്ക്രാച്ചും വരത്തില്ല. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്, ഇതെൻ്റെ ശൈലിയാണ്. ഇത് ഫോളോ ചെയ്യുന്നവർക്ക് ചെയ്യാം, ഇല്ലാത്തവർ ഇടുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കോമൺ എങ്ങനെയാണ് പിടിക്കുന്നത്, ഇതിൻ്റെ ബോഡി ഷോട്ട് നോക്കുക, ബോഡിയിൽ കൊണ്ടു നോക്കുക, കണ്ടിന്യൂറ്റി നോക്കുക, അതൊക്കെ ഇതിൻ്റെ അകത്ത് നോക്കുക. ശേഷമേ ഇത് നമ്മൾ കണക്ഷൻ ചെയ്യാവൂ. അപ്പോൾ ഇത് രണ്ടും റണ്ണിങ് ഓക്കെ, ഇതൊക്കെയാണ്. ബോഡിയിൽ നോക്കുക, ബോഡിയിലില്ല. സ്റ്റാർട്ടിങ് ചെയ്തതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക, അതിലും ഉണ്ട്, ബോഡിയിലില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ വൈൻഡിങ് അത് പെർഫെക്ഷനാണ്, ഉണ്ട്. ഇപ്പോൾ കോമൺ പിടിക്കുന്നത് വളരെ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, കാണാമല്ലോ, ഇത് രണ്ടുമാണ് കോമൺ പിടിക്കുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്ന വലത്തുനിന്ന് തുടങ്ങി നീട് വലത്ത് ഇടുകയാണ്. അതുപോലെ തന്നെ തുടങ്ങുമ്പം സ്റ്റാർട്ടിങ് കഴിഞ്ഞ് റണ്ണിങ് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്ത് ബാഗിൽ വെച്ചിട്ട് നീടെടുക്കരുത്. ഇതിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഈ സ്റ്റാർട്ടിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നത് എനിക്ക് അറിയത്തില്ല, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഇങ്ങനെ, അത് ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണം. ഈ ഒരു കോമൺ ആണ് കറക്റ്റ്. ഈ ഒരു കോമൺ ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഇതിപ്പോൾ പിടിച്ചില്ലെങ്കിലും ഈ ഒരു കോമൺ ആണെങ്കിലും ഓക്കെയാണ്. ഇത് രണ്ടും പിടിച്ചാലും ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് പിടിക്കുന്നു, റണ്ണിങ്ങിൽ സ്റ്റാർട്ടിങ്ങിൽ കപ്പാസിറ്റർ കൊടുക്കുന്നു, ഇത് ഫാൻ കറക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ ഓരോ തുള്ളി ഇത് കെട്ടി കണക്ഷൻ അടിച്ച് ഓരോ തുള്ളി വാർണിഷ് ഒഴിച്ച് കസ്റ്റമറിന് കൊടുക്കും. ഈ വീഡിയോ ഇതാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. നമ്മൾ ഇത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത് കസ്റ്റമറിൻ്റെ ഫാൻ മൊത്തത്തിലില്ലാതെ കോറ് മാത്രമാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് നമ്മൾ വാർണിഷ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വാർണിഷ് ഇപ്പോൾ ഒഴിച്ചതേ ഉള്ളൂ. എന്തായാലും കോമണൊക്കെ അടിച്ച് വൃത്തിയാക്കി ഇതുപോലെ ഇരിക്കണം. അകത്ത് ഇൻസുലേഷൻ ചുറ്റിയിട്ട് അതിൻ്റെ മുകളിലാണ്, അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിടെ ചേർന്നാണ് റണ്ണിങ് വരുന്നത്. 540 550 ഡേറ്റ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വീഡിയോ. ഇത് റെയറായിട്ട് വരുന്നതാണ് ഈ ഒരു കോറ്. ഏത് കോറാണെങ്കിലും ഏത് കമ്പനിയുടെ ആണെങ്കിലും ഈ ഒരു ഡേറ്റ അതിന് സൂട്ടാണ്. 36 കമ്പി, 540 580 അത്രയും കമ്പി അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കിടക്കത്തുള്ളൂ. മറ്റൊരു ഡേറ്റ ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ അകത്ത് 560 630 അത്രയും കമ്പി. 530 സ്റ്റാർട്ടിങ്ങിനകത്ത് കിടന്നാലും റണ്ണിങ്ങിൻ്റെ അകത്ത് 630 കിടക്കത്തില്ല. ഞാനതൊക്കെ ഇത് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് അതിന് ശേഷമുള്ള ഡേറ്റ ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഏതായാലും ഇനിയൊരു തുടർന്നുള്ള വീഡിയോകൾ നമുക്കിനിയും ഇടുന്നതാണ്. പിന്നെ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുന്നു. ഈ കോമൺ പിടിച്ചതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ കരുതുന്നു. ഏതിരുന്നാലും
നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു വിഷയവുമായിട്ട് വരാം. ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ പ്രൊമോട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക, ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റൊക്കെ ചെയ്യുക. ഞാനതിനൊക്കെ മറുപടി പറയുന്നതായിരിക്കും. ആരെയും നമ്മൾ നിരുത്സാഹപ്പെടുത്തത്തില്ല. എന്തായാലും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.